അൽക്കാസർ ഷോയുടെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം തായ്ലൻഡിലെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇത്തവണ ലക്ഷ്യം മറ്റൊരു മനോഹരമായ അനുഭവമാണ്. പട്ടായയുടെ തിരക്കേറിയ നഗരക്കാഴ്ചകളിൽ നിന്ന് മാറി കടലിന്റെ നീലനിറവും പ്രകൃതിയുടെ സൗന്ദര്യവും നിറഞ്ഞ ഒരു മനോഹര ദ്വീപിലേക്ക്, കോറൽ ഐലൻഡിലേക്ക്. പട്ടായ നഗരത്തിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് പോകുന്നതിനായി ഞങ്ങൾ എത്തിയത് പട്ടായയുടെ പ്രധാന ബോട്ട് ജെട്ടിയായ ബാലിഹായ് പിയറിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് കടലിൽ നിരന്നു കിടക്കുന്ന നിരവധി ബോട്ടുകളും ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന സഞ്ചാരികളെയും വിവിധ ജലവിനോദങ്ങൾക്കായി എത്തിയ ടൂറിസ്റ്റുകളെയുമായിരുന്നു. പട്ടായയുടെ തീരത്ത് നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ തന്നെ മുന്നിലുള്ള ആ നീല ജലപരപ്പിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും എന്നൊരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നു. ലൈഫ് ജാക്കറ്റ് ധരിച്ച് ബോട്ടിൽ കയറി യാത്ര ആരംഭിച്ചപ്പോൾ പട്ടായയുടെ തീരം പതുക്കെ പിന്നിലേക്ക് അകലുകയായിരുന്നു. ചുറ്റും വിശാലമായ കടൽ, മുകളിൽ തെളിഞ്ഞ ആകാശം, തിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ട് പോകുന്ന ബോട്ട്. യാത്രയുടെ ഓരോ നിമിഷവും തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പട്ടായയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന കോറൽ ഐലൻഡ് എന്നറിയപ്പെടുന്ന കോലാൻഡ് പട്ടായയിൽ എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രശസ്തമായ ദ്വീപ് യാത്രകളിലൊന്നാണ്. വെള്ളമണൽ നിറഞ്ഞ ബീച്ചുകളും തെളിഞ്ഞ നീലക്കടലും പ്രകൃതിയുടെ മനോഹാരിതയും കൊണ്ടാണ് ഈ ദ്വീപ് ഇത്രയും പ്രശസ്തമായത്. ദ്വീപിന്റെ ചുറ്റുമുള്ള കടൽപ്രദേശം വിവിധ ജലവിനോദങ്ങൾക്ക് അനുയോജ്യമായതിനാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ബോട്ടിൽ നിന്ന് ദ്വീപിനോട് അടുത്തെത്തുമ്പോൾ തന്നെ കാഴ്ചകൾക്ക് മറ്റൊരു ഭംഗിയായി. നീലയും പച്ചയും കലർന്ന കടൽ, തീരത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ബീച്ചുകൾ, ചുറ്റും സഞ്ചാരികളുമായി എത്തുന്ന ബോട്ടുകൾ എല്ലാം കൂടി കണ്ടപ്പോൾ ശരിക്കും ഒരു പോസ്റ്റ് കാർഡിനുള്ളിലെ കാഴ്ച പോലെയായിരുന്നു. കോറൽ ഐലൻഡിൽ എത്തിയ ശേഷം അവിടുത്തെ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് സഞ്ചാരികളുടെ തിരക്കായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ചിലർ കടൽ തീരത്ത് വിശ്രമിക്കുമ്പോൾ ചിലർ ഫോട്ടോ എടുക്കുന്നു, ചിലർ കടലിൽ ഇറങ്ങി ആസ്വദിക്കുന്നു, മറ്റു ചിലർ വിവിധ സാഹസിക ജലവിനോദങ്ങളിൽ പങ്കെടുക്കുന്നു. ദ്വീപിലെ പ്രധാന ആകർഷണം തന്നെ അതിൻ്റെ കടലും ബീച്ചുകളുമാണ്. തെളിഞ്ഞ വെള്ളത്തിൽ കാലുകൾ നനച്ച് കടലിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ യാത്രയുടെ ക്ഷീണം മുഴുവൻ മാറിപ്പോകുന്ന ഒരു അനുഭവം. കടൽ തീരത്ത് ഇരുന്ന് തിരമാലകളെ നോക്കിയിരിക്കാനും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഇവിടെ നിരവധി അവസരങ്ങളുണ്ട്. കോറൽ ഐലൻഡിലെത്തുന്നവർക്ക് സാധാരണയായി ലഭിക്കുന്ന പ്രധാന ആക്ടിവിറ്റികളിൽ പാരാസെയിലിംഗ്, ജെറ്റ് സ്കീ, ബനാന ബോട്ട് റൈഡ്, സ്നോർക്കലിംഗ് തുടങ്ങിയ നിരവധി ജലവിനോദങ്ങളുണ്ട്. കടലിന് മുകളിലൂടെ പാരാസെയിലിംഗിലൂടെ പറന്നുവരുന്ന സഞ്ചാരികളെ കണ്ടപ്പോൾ തന്നെ അതൊരു വേറിട്ട അനുഭവമാണെന്ന് മനസ്സിലായി. താഴെ നീലക്കടൽ, മുകളിൽ ആകാശം, അതിനിടയിൽ കാറ്റിനൊപ്പം പറക്കുന്ന ആ നിമിഷം ശരിക്കും മറക്കാനാവാത്ത ഒന്നായിരിക്കും. അതുപോലെ തന്നെ ബനാന ബോട്ട് റൈഡും ജെറ്റ് സ്കീയും പോലുള്ള ആക്ടിവിറ്റികൾക്കും ഇവിടെ വലിയ തിരക്കാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ദ്വീപ് ശരിക്കും ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ്. എന്നാൽ കോറൽ ഐലൻഡ് എന്നത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ല. ദ്വീപിൽ വർഷങ്ങളായി താമസിക്കുന്ന നാട്ടുകാരുമുണ്ട്. അവരുടെ ദൈനംദിന ജീവിതവും ചെറിയ കടകളും ഭക്ഷണശാലകളും സുവനീർ ഷോപ്പുകളും ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി വ്യാപാരങ്ങളും ഇവിടെ കാണാം. സഞ്ചാരികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ സാധനങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും ബീച്ച് ആക്സസറീസും വിൽക്കുന്ന കടകളും ഇവിടെ കാണാൻ കഴിയും. ദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഗതാഗതമാണ്. ബോട്ടുകളാണ് പട്ടായയിൽ നിന്ന് ദ്വീപിലേക്ക് എത്തുന്നതിനുള്ള പ്രധാന മാർഗം. യാത്രക്കാരുമായി എത്തുന്ന ബോട്ടുകളും ടൂറിസ്റ്റുകൾക്കായുള്ള സ്പീഡ് ബോട്ടുകളും ചുറ്റുമുള്ള കടൽ പ്രദേശത്ത് നിരന്തരം സഞ്ചരിക്കുന്നത് കാണാം. കടലിൽ നിന്ന് ദ്വീപിൻ്റെ തീരത്തേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. പട്ടായയുടെ നഗരത്തിരക്കിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾ മാറി നിൽക്കാനും കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനും പുതിയ അനുഭവങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് കോറൽ ഐലൻഡ് തീർച്ചയായും സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ കുറച്ചു സമയം ചെലവഴിച്ച് ദ്വീപിൻ്റെ മനോഹരമായ കാഴ്ചകളും ബീച്ചും കടലും ആസ്വദിച്ചു. പിന്നെ പതുക്കെ മടങ്ങാനുള്ള സമയമായി. തായ്ലൻഡ് യാത്രയുടെ ഓരോ ഭാഗവും ഓരോ പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. കടുവകളെ അടുത്തെറിഞ്ഞ ടൈഗർ ടോപ്പിയ, മനോഹരമായ അൽക്കാസർ ഷോ, അതിനുശേഷം ഇപ്പോൾ ഈ നീലക്കടലിലൂടെ കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയും. ഇനിയും ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തായ്ലൻഡ് യാത്രയുടെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും യാത്ര തുടരാം. പാസ്പോർട്ട് ഡയറീസ് മലയാളം.